ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു നമ്മുടെ പുതിയൊരു എപ്പിസോഡായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് നമ്മുടെ ഇതൊക്കെ ഒന്ന് ലീഫൊക്കെ ഒന്ന് മുറിക്കണമെന്ന്. സോ അത് നമുക്കിന്ന് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഒരു ഷീൽഡ് ഉണ്ടോ ഗൈസ്, ഈ ഷീൽഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. യെസ്. സോ നിങ്ങൾ ഇനി മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റിൽ പറയണം. സോ കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിണ്ടാവും. നമ്മുടെ ഈ ഒരു ഷീൽഡിന് നമ്മുടെ ഇന്ത്യയുടെ മാപ്പാക്കിയിട്ട് മാറ്റാൻ പോവാം. സോ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആവശ്യമുള്ള സാധനം ഒരു ലൂം പറഞ്ഞ സാധനമാണ്. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. നമുക്കത് വെച്ച് നോക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലൊക്കെ ലൂമിന് 2 സ്ട്രിങ് വേണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, സ്ട്രിങ് ഉണ്ടാക്കാൻ അത് നമുക്ക് സ്പൈഡറിനെ കൊല്ലണം. അത് കുറച്ച് പണിയാണ്. ഇത് കൊല്ലണം. സ്പൈഡർ ഇപ്പം എവിടെ നിന്ന് കിട്ടുക നോക്കി നോക്കാം ഗൈസ്. സ്പൈഡർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ അടുത്ത് കേവ് പോലത്തെ സ്ഥലമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് നോക്കി നോക്കാം. സ്പൈഡർ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചെസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഞാൻ വീഡിയോ ഇടായ സമയത്ത്. ഓക്കെ, കറക്റ്റ് ഉണ്ട് ഗൈസ്, 2 സ്ട്രിങ് ഉണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. ലൂം ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഡൈ ഒക്കെ ഉണ്ടാക്കണം. അപ്പോഴത് ശരിയാവും. ലൂം നമ്മൾ ലൂം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഉണ്ടാക്കണം ബാനർ അല്ലേ, അവിടെ ഉണ്ട് ബാനർ ഉണ്ടാക്കണം. ബാനർ നമുക്ക് എന്താ കാണും, വൈറ്റ് വേണ്ട, നമുക്ക് വേണ്ട. അതിന് നമുക്ക് വൂള് വേണമല്ലേ. വൂള് നമുക്ക് ഇവിടെ ഷീപ്പ് അവിടെ ഉണ്ടാവും. ചെസ്റ്റിലുണ്ടാക്കട്ടെ. ഇവിടെ ഇല്ല. ഓക്കെ, നമുക്ക് വൂള് വേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കുറച്ച് ഷീപ്സൊക്കെ. നോക്കി നോക്കാം. ഷീപ്പ് ഓക്കെ, ഒരു ഷീപ്പ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഫാമിലുള്ളതാണ്, കുഴപ്പമില്ല. ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ആണെന്ന് തോന്നുന്നില്ല. ഒക്കെ 6 വേണ്ടി വരും. 6 ഒന്നുകൂടി വേണ്ടി വരും. ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി എടുത്താൽ അവിടെ ഒന്നുകൂടി ഉണ്ട്, ഒന്നുകൂടി നമുക്ക് എടുക്കാം. ഇതിനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ തിരിച്ചു പോകാം. ഇവിടെ ഉണ്ട്, ഹോൾസൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ സാഡിലാക്കിയിട്ടൊക്കെ മൗണ്ട് ചെയ്തിട്ട് അങ്ങനെ പോവാം. നമുക്ക് വിന്നാക്കാം നമുക്ക് ഈ പണി. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ കസ്റ്റമൈസേഷൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. എന്താ ട്രീ അല്ലേ, അതെല്ലാം നമുക്ക് വേണ്ടി. ഫസ്റ്റ് നമ്മുടെ വയറ് നിറയ്ക്കാം. ഓക്കെ, ഇനി അങ്ങോട്ട് മീതേക്കും. ഈ ഗൈസ് നമ്മളിതപ്പോൾ വീട്ടിലെത്തിൻ്റെ വെച്ച് നിൽക്കാം. അപ്പോഴേക്കും രാത്രിയല്ലോ, നമുക്ക് പോയിട്ട് ഉറങ്ങാം. രാത്രി അതിലടച്ചോ, നമ്മൾ മീതെ പോയിട്ട് തന്നെ ഉറങ്ങാം. അത് ബെഡ്. ഗുഡ് നൈറ്റ്. ബെഡ് നമ്മുടെ ഉറക്കം കഴിഞ്ഞു. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചുകൊണ്ട് മീതെ അവിടെ വെറുതെ ലൂമ്. ഫസ്റ്റ് ബാനർ ഉണ്ടാക്കട്ടെ. ബാനർ, വെള്ള ബാനർ. നമുക്ക് ഈ വെള്ള ബാനറിന് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഡൈ വേണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് വേണം എന്ത് ഡൈ വേണ്ടേ. ഇന്ത്യൻ മാപ്പിൻ്റെ ഏറ്റവും ഇതുള്ളത് ഓറഞ്ച് അല്ല. ഓക്കെ, ഓറഞ്ച് വേണം. പിന്നെ നമുക്ക് ബ്ലൂ വേണം. ബ്ലൂ ആയിട്ട് നമുക്ക് സെൻട്രലാക്കാൻ പറ്റുമോ? ബ്ലൂ ആക്കാൻ പറ്റും. ബ്ലൂ വേണം. പിന്നെ ഏറ്റവും അടിയിൽ പച്ച. നമുക്ക് ഡൈസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് ഡൈ കണ്ടുപിടിക്കണം. സോ ഓറഞ്ച് ഡൈക്ക് വേണ്ടി നമുക്ക് ഓറഞ്ച് ഫ്ലവർ കണ്ടുപിടിക്കേണ്ടി വരും.
ഒരു എക്സ്ട്രാ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി ഉണ്ടാക്കിയതാണ്. ലേഗ് അടിക്കണ്ടല്ലോ. ഇതാണ് ഓറഞ്ച് ഡൈനടിച്ച് എല്ലാ ഡൈയും വരും. അപ്പോൾ ഓറഞ്ച് ഡൈക്ക് കാണാം. ഈ ഫ്ലവർ ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ വേണം ബ്ലൂ. ഈ ബ്ലൂ ആണ് ഈ ബ്ലൂ. ഇത് ലാപ്പിസാ. പിന്നെ വേണം, പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഓറഞ്ച് ഇത് തന്നെ കണ്ടില്ല. പച്ച വേണം. പച്ചക്ക് വൈറ്റ് ഡൈയും ഗ്രീൻ ഡൈയും. ഗ്രീൻ ഡൈ തന്നെയല്ലേ വേണ്ടത്? ഗ്രീൻ ഡൈ എങ്ങനെ ഉണ്ടാക്കുക? ഗ്രീൻ ഡൈ അതങ്ങനെ ഗ്രീൻ ഡൈ വെയിറ്റ് വാട്ട് ഇത് എന്തായാലും ഗൈസ് ഇത് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഫസ്റ്റ് ലാപ്പിസ് കണ്ടുപിടിക്കണം. സോ ലാപ്പിസ് കുറച്ച് എന്തായാലും നമുക്ക് അടിയിൽ പോകണം. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഡയമണ്ടും കിട്ടിയാലോ ആണെങ്കിലും നമുക്ക് അടിയിൽ പോകണതിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ഇതുകൂടി ഉണ്ടാക്കാം ഗൈസ്. ഒരു എന്താ പറയുക, ആർമർ സ്റ്റാൻഡ്. സ്മൂത്ത് സ്റ്റോൺ. ആർമർ സ്റ്റാൻഡും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കാൻ സാധാ പോയിട്ട് ചെസ്റ്റിലേക്ക് നമ്മുടെ ഇതൊക്കെ നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ ചെസ്റ്റിലേക്കാം. സോ ഗൈസ് ഇതിനകത്ത് അത്യാവശ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്കും പിന്നെ ഫുഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ. നമുക്ക് ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. ഗൈസ് അടിയാം. ഈ ഭാഗത്തായിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ് ഞാൻ ലാപ്പിസ് കിട്ടിയിട്ട് നിങ്ങൾ കാണാൻ. കാരണം ഇനിയിപ്പോൾ സ്ട്രിപ്പ് മൈനിങ് കുറേ സമയം എടുക്കും. പിന്നെ ഇപ്പോൾ സ്പീഡാക്കിയാലേ കുറേ നേരം എടുക്കണ്ടോ എന്തായാലും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്യാണ്. ബൈ. ഇപ്പോൾ ലാപ്പിസ് തന്നിട്ടല്ലേ വന്നത്. എനിക്ക് കിട്ടിയ സാധനം നോക്ക് ഗൈസ്. ഡയമണ്ട്സ്. എൻ്റെ പിക്കേഴ്സ് പൊട്ടി. നമ്മളിപ്പോൾ 4ൻ്റെ അടുത്ത് എത്തിക്കണു. പക്ഷെ ശരിക്കും ഡയമണ്ട്സ് മൈനസിലല്ലേ കിട്ടണ്ട്. എന്താണ് ഇത്ര അടുത്ത് കിട്ടിയത്? മറ്റേ അയൺ ഇല്ല. മിനിറ്റ് പിന്നെ സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. എന്നാലും ഞാൻ വിചാരിച്ചില്ല നമുക്ക് ഇതൊന്നും ഡയമണ്ട് കിട്ടാൻ പാടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമുക്ക് എത്ര അറിയില്ല, 2 കണ്ട്. പക്ഷെ ഇത് ഇനി അതിൻ്റെ പിന്നിലുണ്ടെങ്കിലോ 3 കിട്ടിയാൽ മതിയെന്ന്. കാരണം 3 കിട്ടിയത് ഇത് 3 കിട്ടിയാൽ നമുക്കൊരു പിക്കാക്സ് എൻ്റെ അടുത്ത് പിക്കാക്സ് ഉണ്ടാക്കായിരുന്നു. എൻ്റെ അടുത്ത് ഇതില്ല സ്റ്റിക്ക്. ഫസ്റ്റ് നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ സ്റ്റിക്കായി. ഇതൊരു പിക്കാക്സ്. അത് പിക്കാക്സ് ആയി. നമുക്ക് പോയിട്ടൊന്ന് മൈൻ ചെയ്ത് നോക്കാം. എവിടെ ഇതിവിടെ? ദൈവമേ 3 ഉണ്ടാവണേ. പ്ലീസ്. ഓക്കെ 3 നന്നായിട്ട്. ഇത്രയും നല്ല ലക്ക് ആർക്കും ഇല്ലല്ലോ. ഇതിപ്പോൾ പറയണ്ട് ഗൈസ്. നമുക്കിവിടെ എവിടെയും ഉണ്ടാവാണ്ടിരിക്കില്ല. ഇല്ല ഗൈസ് ഇല്ല. 2 ഉള്ളൂ. ഇവിടെ എവിടെയും ഇല്ല. എന്താ രണ്ടെണ്ണമായിട്ട് സോണുള്ളൂ. ഈ ഒരു വെയിന് 8 സോണാണ് വെയിനുണ്ടല്ലോ. അങ്ങനെ സോണേ പോലെ. എന്തായാലും കേസ് ഇപ്പോൾ ലാപ്പിസ് ഇട്ടിട്ട് കാണാം. എന്തായാലും ഇപ്പോൾ നമുക്ക് എടുത്തത് 2 ഡയമണ്ട് ഉണ്ട്. എനിക്കൊരു എമറൽഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഡീപ്പ് സ്ലേറ്റിൻ്റെ 2 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 വരെ കുറച്ച് അപ്പോൾ അത് എപ്പോൾ എത്തിയാലല്ലേ നമുക്ക് ഡയമണ്ട് കിട്ടില്ല. പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഞാൻ നമ്മുടെ ഇതൊന്ന് കഴിഞ്ഞിട്ട് ലാപ്പിസ് കിട്ടിയിട്ട് ഞങ്ങൾ കാണാം ഗൈസ്. ഇതും ബൈ. ലാപ്പിസും കിട്ടി. കുറേ ലാപ്പിസ് ഉണ്ടല്ലോ. ഇതും കിട്ടി. എന്തുവായി? ഇത് കിട്ടി.
നമുക്ക് ഇപ്പം തന്നെ നോക്കിയോട്ടെ. 27 കിട്ടിയിട്ടുണ്ട്. ഇത്ര നമുക്ക് ആവശ്യം, നമുക്ക് ആകെ ഒന്ന് തന്നെ ആവശ്യമുള്ളൂ. അതൊന്നും കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ഇനി നമുക്ക് കഴിഞ്ഞില്ലല്ലോ, നെടുങ്ങ് കഴിഞ്ഞ. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇത് ഇത്ര മതി. സോ അതും പൊട്ടി. കറക്റ്റ് കിട്ടിയത്. അപ്പോൾ അത് ഇത്രയും 32 ഈസിലേറ്റ് 18 കുറച്ച് നേരം കിട്ടി. ഞാൻ കുറച്ച് പിക്കെക്സ് കിട്ടി. അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള 18 കുറേ ഗോൾഡ് സ്റ്റോൺ ഉണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ 2 ഡയമണ്ട്, ആവശ്യമുള്ള ലാപ്പീസ് കിട്ടി. ഒരെണ്ണം ആവശ്യമുള്ള 27 കിട്ടി. പിന്നെ റയറായിട്ടുള്ള എമറൽഡ്, പിന്നെ ഡീപ് സ്ലൈഡിൽ കുറച്ച് റയറല്ല, അത് കിട്ടി. എന്നിട്ട് രാത്രി ഉണ്ടോ എന്തായാലും ഉറപ്പാണ്. ഒന്ന് തന്നെ ഉറങ്ങിയിട്ട് പോവാം. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, കാണാം. രാത്രി കുറങ്ങട്ടെ. ഓക്കെ, ഇനി നമുക്ക് മേടിക്കാം. അത് കുറേ കുടിച്ചിരിക്കുന്നു കേസ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അടുത്ത എപ്പിസോഡിൽ ഡയമണ്ട് ആണ് അടിക്കാൻ പോവാം. ഇതിന് ഇവിടെ കുറേ കിട്ടുന്നുണ്ട്. നല്ല നമുക്കിത് അടയ്ക്കാം. ലാഗ് അടിക്കാൻ തുടങ്ങി കേസ്. അപ്പം അതൊക്കെ ഓക്കെ. എന്തായാലും നമുക്കിനി ഫസ്റ്റ് ഡൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എല്ലാ ഡൈയും കിട്ടിയിട്ടില്ല. ബ്ലൂ ഡൈ ഇപ്പം ഉണ്ടാക്കി ഫസ്റ്റ്. ബ്ലൂ ഡൈ കുറേ ഉണ്ട്, ഇത്ര മതി. ഇനി നമുക്ക് ഇത് ഞാൻ കാണിച്ചത് ഏകദേശം ഇത് നമ്മുടെ ബാൻഡർ അവിടെ പോയി. ബാൻഡർ അടിയിലാണ്. ബാൻഡർ എടുത്തിട്ടാണ് ഞാൻ. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ആയിരുന്നുണ്ട്. ഡയമണ്ടാണിത്. സോ നമുക്ക് ഇതിനവിടെ സൂക്ഷിച്ചേക്കാം. ആൻഡ് ഇത് നമ്മുടെ ബാൻഡർ ഇതാ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മുടെ കസ്റ്റമായിട്ടുള്ളത് ഉണ്ടാക്കാണ്. സോ അതിന് ഫസ്റ്റ് ഇവിടെ നമ്മുടെ ബാൻഡർ ഉടയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഡൈ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഏത് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് ബൂം. ഇതെന്താ ഇനി ലാഗ് അടിച്ച ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ ബാൻഡർ ഇത് നമുക്ക് ഇതെന്തത് ക്ലിക്ക് ചെയ്ത് വന്ന് എന്തായാലും എന്താ ബാൻഡർ ഇതെന്ത് ഇങ്ങനെയാണ് കുഴപ്പമില്ല. ഇത് നമുക്കിനി നമ്മുടെ എന്താ പറയുക ഷീൽഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇനിയിപ്പോൾ ഫുള്ളായിട്ടില്ല, നമുക്കിതാ ഇപ്പോൾ ബ്ലൂ ആയിട്ടല്ലേ ഉള്ളൂ ഇവിടെ. ഈ ബ്ലൂവിൻ്റെ മീതെ നമുക്ക് ഓറഞ്ച് വെക്കണം, അടിയിൽ പച്ച വെക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ആവും. നമുക്ക് അടുത്തത് ഏത് കളർ നോക്കണ്ട്? നമുക്ക് ഏതാச்சுം കിട്ടാം. പക്ഷെ ആ ഫ്ലവർ ഓറഞ്ചിന് വേണ്ട ഇവിടെ കിട്ടുക. കാര്യം ഓർമ്മയുണ്ട്, നമ്മളീ ഇതെന്താ എൻ്റെ നമ്മളീ ഞാൻ പറയുന്നത് ഈ യെല്ലോ ഡൈയും പിന്നെ റെഡ് ഡൈയും കൂടി ചേർത്താൽ റെഡ് ഡൈയും കൂടി ചേർത്താൽ നമുക്ക് ഓറഞ്ച് ഡൈ ഉണ്ടാക്കാൻ തോന്നുന്നു. അപ്പോൾ യെല്ലോ ഡൈ ഇല്ലല്ലോ. യെല്ലോ ഡൈന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ യെല്ലോ ഫ്ലവർ വേണ്ടി വരും. യെല്ലോ ഫ്ലവർ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നോക്കി നോക്കാം. യെല്ലോ ഫ്ലവർ ഇവിടെ അടുത്തവിടെ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ. റെഡ് ഡൈന് വേണ്ടിയിട്ട് റെഡ് കത്തിയും പറ്റില്ലേ. ഇതോട്ടാം റെഡ് കിട്ടി. യെല്ലോന് വേണ്ടിയിട്ട് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ യെല്ലോ ഡൈ ആക്കി മാറ്റാം, ഇതിനെ റെഡ് ഡൈ ആക്കി മാറ്റാം. ഇതും കൂടി വെച്ചാൽ ഓറഞ്ച് ഡൈ കിട്ടി. ഓറഞ്ച് തന്നെ അല്ലേ പേര് എഴുതി കാണിക്കത്? ഓറഞ്ച് ഡൈ കിട്ടി. സിമ്പിൾ. ഓക്കെ, നമുക്ക് ലൂം ഉള്ളിലല്ലേ, എന്താ ലാഗ് അടിക്കുന്ന ഇത്രയും ഇതാണോ? എന്തായാലും നമുക്ക് ലൂം ഉള്ളിലല്ലേ അത് പോയിട്ട് ചെയ്യാം. ലൂം ഏതാ ലൂമ്? നമുക്ക് നമ്മുടെ ഫ്ലാഗിന് ഇവിടെ വയ്ക്കാം. ഓറഞ്ച് ഡൈ ഇവിടെ മീതുള്ള ഇത് സെലക്ട് ചെയ്യാം. ബൂം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓറഞ്ച് ഡൈ ഉണ്ടാക്കല്ലേ, ഗ്രീൻ ഡൈ വേണം. ഗ്രീൻ ഡൈ എങ്ങനെയാണ്? ലൈം ഡൈ അല്ലേ ചോദിക്കും.
ഗ്രീൻ ഡേ കാക്ടസ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കുക. എന്നാൽ നോക്കിയോട്ടെ, ലൈം ഡേ ആണെങ്കിൽ അത് മതി. ലൈം എങ്ങനെ ഉണ്ടാക്കുക? അതിന് ഗ്രീൻ ഡേ കാണും. എന്നാൽ പിന്നെ ഗ്രീൻ ഡേ തന്നെ ഉണ്ടാക്കിയ പോലെ. ഗ്രീൻ ഡേ നമുക്ക് കാക്ടസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാക്ടസ് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടല്ലേ, ഡെസേർട്ടിക്കൊക്കെ പോകണ്ടേ. അതിപ്പോൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ ഞാൻ ഒരു ഡെസേർട്ട് കണ്ടിട്ട് കാണാം. കാരണം ഞാൻ ഡെസേർട്ട് ഇപ്പോൾ അവിടെ വയ്ക്കാറില്ല. എന്നാലും കുറച്ചുകൂടി ഞാൻ തെരഞ്ഞോട്ടെ, എവിടെയെങ്കിലും ഉണ്ടാവും. ആ ഭാഗത്തായിട്ട് അവിടെ ഡെസേർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ നിങ്ങളെ ഡെസേർട്ട് കണ്ടിട്ട് കാണും ഗൈസ്. വിളിക്കുമ്പോൾ ബൈ. വേറൊരു കാര്യം, നമ്മളിവിടെ കുറേ ഹോഴ്സിനെ കണ്ടിട്ടുണ്ടായില്ലേ? ഞാൻ വിചാരിക്കുക ഇവിടെ ഉണ്ടാവുന്ന ഷീപ്പില്ലേ, കൗവില്ല, ഇവരെ കൊന്നിട്ട് ലെതർ എടുത്തതിന് ശേഷം സാഡൽ ഉണ്ടാക്കാം. ഞാൻ വിചാരിക്കും. പക്ഷെ സാഡലിന് എത്ര വേണം? സാഡലിന് എത്ര ലെതർ വേണം നോക്കാം. സാഡൽ 3 ലെതർ. ഓക്കെ, 3 ലെതർ ഒരു അയ്യാണ്. ടയറുണ്ട്, ലെതർ ഇല്ല. ഇതിപ്പോൾ എവിടെ നിന്നതിൻ്റെ എൻട്രൻസ്? ഏതാ വിളിക്കാൻ വേണ്ടി വരും. ഒരു ലെതർ കിട്ടി. ലെതർ കിട്ടിയില്ലേ? ലെതർ എന്താ തരാത്? ഓക്കെ, കിട്ടിയിട്ട് മതി. നമുക്ക് ഈ സാധനം എടുക്കാം. എന്താ കളയാം? സ്റ്റിക്ക് കളയാം. നമുക്ക് ഫുഡ് എടുത്തേക്കാം. ഓക്കെ, നമുക്ക് പുറത്തേക്കാം ഗൈസ്. നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിനുവേണ്ടി സാഡൽ ബൂം, അത് നമുക്ക് ഉണ്ടാക്കി. നമുക്ക് ഈ ഹോഴ്സിനുണ്ട്, വേറെ ഹോഴ്സിനുണ്ടല്ലോ, അതിന് പിടിക്കാം. എന്തോ കളിയാ? സ്ഥലത്തിന് കുറച്ചൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. അതുപോലെ ബ്ലൂ ഡേ കാണാം, ഇത് കണ്ടേക്കാം. ശരി, ഹോഴ്സ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയില്ല, നോക്കി നോക്കാം. പിന്നെ വേണം ഹോഴ്സ് ഇതിന് കാണാനില്ല. അതുകൊണ്ട് എൻ്റെ ഹോഴ്സിനെ മറ്റേ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായില്ലേ കുറച്ച് മുമ്പ്, അതിന് കാണാനില്ല. അതുകൊണ്ട് എന്നുവെച്ചാൽ ഈ ഹോഴ്സിനെ നമുക്ക് എടുക്കാമെന്ന്. ഇതിനിപ്പോൾ എങ്ങനെ എടുപ്പിക്കാം? ഇടം തുറക്കാം. അതിന് മൊത്തം കണ്ട ഗെയിം ഇത് എന്താണ്? ഇതെന്ത് നീനെത്തത്? ഇതെന്താ കേറാത്ത്? ഫ്രണ്ടായി നമുക്കിതിനെ തടരുക. യെസ്, അതെ. എന്താണ് ഇതെങ്ങനെ പോവത്? കാണുന്നില്ല. ഇതൊക്കെ നമുക്ക് പൊട്ടിക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇവരെല്ലാവരും പുറത്തേക്ക് കെട്ടാം. അവനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം. പോവാ. ഗൈസ്, ഇനിയിപ്പോൾ എൻ്റെ പേരെന്താണ്ടെന്ന് ഞാൻ പിന്നെ അറിയിക്കാം. എന്നാൽ നമുക്ക് ഞങ്ങൾ ഡെസേർട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കാണാം ഗൈസ്. വിളിക്കും ബൈ. ഫൈനലി ഞാൻ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ പക്ഷേ ഞാൻ സീ പിക്കിളാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ സീ പിക്കിൾ കാരണം നമുക്ക് ഗ്രീൻ ഡേ ഉണ്ടാക്കാതെ പാടാം. കാരണം കാക്ടസ് കണ്ടിരിക്കണം. ഞാൻ കുറേ തരുന്നോണ്ട് ഡെസേർട്ടും കാണാനില്ല. എന്തെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സീ പിക്കിൾ തന്നെ കൊണ്ടുവന്നു. നമുക്ക് എന്തായാലും സീ പിക്കിളിനെ ഡൈ ആക്കാൻ പറ്റും തോന്നുന്നു. ഇങ്ങനെ അവിടെ വെച്ചിട്ട് രസമാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഡൈ ആവട്ടെ വരെ. ഞാൻ വിചാരിച്ചു കാക്ടസ് ആയിട്ട് ഉണ്ടാക്കണമെന്ന്. പക്ഷെ കാക്ടസ് കാണാനില്ല. ഇതെന്താണ് എൻ്റെ സ്കിന്ന് കാണണ്ടേ ഗൈസ്?
അറിയില്ല, കുറച്ച് പേരുണ്ടാവും. നമുക്കൊക്കെ ഇതാ ലൈം കിട്ടിയിട്ടുണ്ട്. ഈ കേസ് നമ്മുടെ കംപ്ലീറ്റ് ആണ്. ഗ്രീൻ ഡേ വേണ്ട, ലൈമിനടി. ആൻഡ് ബൂം ഗൈസ്. ഓ മോനെ, വൈറ്റ് വേണമെന്ന് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്. ഈ സിമ്പിൾ കാര്യമാണ്. നമുക്ക് നമ്മളിത് എവിടെ അതെ നമ്മുടെ ഷീൽഡ് അവിടെ പോയി. ഷീൽഡിൽ നിന്ന് ഉണ്ടാക്കാം. നമുക്ക് ഈ ഷീൽഡ് നമുക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മളിത് ഈ ഭാഗത്ത് നമ്മുടെ ഈ ബാനറിന് വയ്ക്കുന്നു, എന്നിട്ട് നമ്മുടെ ഇന്ത്യ ഫ്ലാഗിനെ നമ്മുടെ ഷീൽഡിനെ വയ്ക്കുന്നു. ദ ഗൈസ്, യെസ്, നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത ഷീൽഡ് റെഡി ആയിരുന്നു. ഇതൊക്കെ ഗൈസ്. ഓക്കെ, ഇനി നോക്ക്. ഇത് കണ്ടോ, ഇന്ത്യയുടെ ഫ്ലാഗ്, നമ്മുടെ ഇന്ത്യ. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇത്ര തന്നെ പറയണുള്ളൂ. അപ്പോൾ നമ്മളിത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടാക്കി. ഇന്ത്യയുടെ ഫ്ലാഗുള്ള കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഷീൽഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം ഗൈസ്. സോ അപ്പോഴത്തേക്കും ജയ് ഹിന്ദ്.